നമസ്കാരം. ജനാധിപത്യത്തിന്റെ കരുത്ത്, ജനാധിപത്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന റോളുള്ള ജനങ്ങളുടെ കരുത്ത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഞങ്ങൾ 12 ഒരു കൊച്ചു വീഡിയോ കിടക്കാൻ ഇതുവരെ ഒരു വീട്ടുകാരെ ഞാൻ കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് മന്ത്രി GR അനിൽ എല്ലാവർക്കും അറിയാമായിരിക്കണം. ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്, ഉണ്ട് ആള്. അപ്പൊ അദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തന്നെ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ സഖാവെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ തങ്ങൾ നേരിടുന്ന നീതികേടിനെ പറ്റി, അന്യായത്തെ പറ്റി വാചാലനാകുകയാണ്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്കാണ് സാധനത്തിന്റെ പേര് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പുരോഗമനം കിട്ടായിട്ട് 12 ഒരു കൊച്ചു വീട്ടിൽ കിടക്കുന്നത്. 12 പേരടങ്ങുന്ന ഒരു കുടുംബം ഇപ്പോഴും വീടാറായ ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. കുറച്ചുകൂടി സൗകര്യമുള്ള അടച്ചുറപ്പുള്ള ഒരു നല്ല വീടിന് വേണ്ടി അപേക്ഷിച്ചിട്ടും കിട്ടുന്നില്ല. അർഹതയില്ലാത്ത പലർക്കും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് ഇതുവരെ തുടർച്ചയായിട്ട് വോട്ടുകൾ തന്നുകൊണ്ടിരുന്നത്, ഇനി അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതിൽ ഇടപെടാൻ തുടങ്ങിയ മന്ത്രി GR അനിലിനോട് സഖാവെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ആ മനുഷ്യൻ പറയുകയാണ്, ഏതായാലും നിങ്ങളാരും അറിയാതെ അനർഹർക്ക് വീട് ചെല്ലില്ലല്ലോ. സഖാവെ പാർട്ടിമായിരുന്നാലും നിങ്ങളൊന്നും മുൻകെടുക്കാതെ നടക്കില്ലല്ലോ. അധികാരികൾ അറിയാതെ അനർഹരുടെ കയ്യിലേക്ക് വീടിന്റെ താക്കോൽ ചെല്ലില്ലല്ലോ. ഇവരുടെ ഒന്നും ഒപ്പില്ലാതെ, സാങ്ഷനും പെർമിഷനും ഇല്ലാതെ അവരുടെ കയ്യിലേക്ക് വീട് ചെല്ലില്ലല്ലോ എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ഇത്തരം ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് നേരിടുന്ന പരാതികളെയും പരിഭവങ്ങളെയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് മാധ്യമപ്രവർത്തക ചോദിച്ചപ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ പറയുക, ഇത്തരം പരാതികൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണുന്നത്? അതെല്ലാം പരിഹരിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഞാൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരാളുടെയും പരാതി പരിഹരിച്ചിട്ടില്ല. അതായത് കുഴിയിൽ കിടക്കുന്നവർ കുഴിയിൽ തന്നെ കിടക്കുകയാണ്. ഇവരുടെ തത്വപ്രകാരം സമ്പന്നർ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു. അതാണല്ലോ മുതലാളിത്ത വ്യവസ്ഥിതി എന്നാണല്ലോ ഇവര് നിർവചിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 10 വർഷം കൊണ്ട് നടക്കുന്ന ഇത് തന്നെയാണ്. ഇല്ലായ്മക്കാർ കൂടുതൽ ദുരിതത്തിലേക്ക് പോകുന്നു, സാമ്പത്തികമുള്ളവർ എങ്ങനെങ്കിലുമൊക്കെ വെച്ചടി മുകളിലേക്ക് കയറുന്നു. എത്ര അഴിമതി നടത്തിയാണെങ്കിലും കൊള്ള നടത്തിയാണെങ്കിലും അവര് മുകളിലേക്ക് കയറുന്നു. ഇടത്തരക്കാർ ഞെരുങ്ങി കുറെ ആളുകൾ മരണപ്പെടുന്നു, കുറെ ആളുകൾ ചക്രശ്വാസം വലിക്കുന്നു, രണ്ടറ്റം കൂട്ടിമുട്ടാൻ കടന്ന് പെടാപ്പാട് പെടുന്നു. ഇതാണ് ഈ കഴിഞ്ഞ 10 വർഷമുള്ള കേരളത്തിന്റെ വിവിധ തട്ടുകളിലുള്ള ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ വെറും ടെസ്റ്റ് ഡോസുകളാണ്. ജനങ്ങൾ സഹികെട്ട് നിൽക്കുകയാണ്. ഇനി അവരുടെ കൈ നിങ്ങളുടെ ദേഹത്ത് പതിയുണ്ടെങ്കിൽ ഒരു കൈയകലത്ത് നിന്ന് മാറി നിന്ന് ഒലിപ്പിക്കുന്നതായിരിക്കും, തള്ളുന്നതായിരിക്കും നല്ലത്. ചില മന്ത്രിമാരൊക്കെ വരുമ്പോൾ, ഇപ്പൊ GR അനിലിനെ പോലുള്ള മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വകുപ്പിന് ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ജനങ്ങൾക്ക് അതിശയം തോന്നുകയാണ്. കാരണം ജനങ്ങളുടെ വയറ്റിപ്പിഴപ്പിനെ ബാധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് അല്ലേ ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നത്. റേഷൻ സംബന്ധിച്ചാണെങ്കിലും സപ്ലൈകോ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളാണെങ്കിലും വരുമ്പോൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ പോലും ഒരു വാർത്താ സമ്മേളനം പോലും വിളിച്ച് കാര്യങ്ങൾ വിശദമാക്കാൻ തയ്യാറാകാത്ത, അത്രയും നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ എന്നറിയാത്ത ഒരു മന്ത്രിയാണ് മന്ത്രി GR അനിൽ. പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും ദോഷം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അറിയാം, പാവം മനുഷ്യനാണ്. അങ്ങനെ ഒരു പാവത്താനെ അല്ലല്ലോ നമുക്ക് വകുപ്പിന് ആവശ്യം. കാര്യങ്ങൾ ചുറുചുറുക്കോടെ ചെയ്യുന്ന ഒരാളെ അല്ലേ നമുക്ക് വേണ്ടത്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് റേഷൻ എത്തുന്നുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ കരിഞ്ചന്ത നടക്കുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അത് എത്തിക്കേണ്ട മന്ത്രിയല്ലേ. ഈ ഉത്സവ സീസണുകളിൽ സപ്ലൈകോയിൽ എന്തെങ്കിലും ഒരു വിലക്കുറവങ്ങ് പ്രഖ്യാപിച്ചാൽ ഉടനെ തീരുന്നതാണോ ഇവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഒരു റോള്? അല്ലെങ്കിൽ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യോജിച്ചുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അത് എത്രത്തോളം അത്യാവശ്യമാണ് നമ്മുടെ കേരളത്തിന്? ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത അലസതയാണോ ഇവരുടെ പ്രശ്നം, അതോ വെറുതെ ഇരുന്ന് പൈസ വാങ്ങിക്കുന്നതിലെ സുഖമറിഞ്ഞതാണോ പ്രശ്നം എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോയിന്റിലേക്ക് വരാം. ജനങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മൈക്കുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ, നിങ്ങൾ ഈ ഭരണത്തിൽ തൃപ്തരാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഓടിപ്പോവുകയാണ്. അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ പറയണമെന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഭരണം മടുത്തു എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യമില്ല. നമ്മളത് പറഞ്ഞാൽ എന്തോ തെറ്റായി പോവും, നമുക്ക് നേരെ എന്തോ ഭീഷണി വരും, നമ്മളങ്ങനെ പറഞ്ഞുകൂടാ എന്നൊരു ചിന്തയാണ് മനുഷ്യർക്കുള്ളത്. ദയവ് ചെയ്ത് ആ ചിന്ത നിങ്ങൾ മാറ്റണം. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ അതൊരു കാരണവശാലും ഇവിടെ കിട്ടില്ല. ജനങ്ങൾ അതൃപ്തരാണ്, ജനങ്ങൾക്ക് ഇത് പോരാ, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട്, ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിളമ്പുന്നവരറിഞ്ഞില്ലെങ്കിൽ ഉണ്ണുന്നവരറിയണ്ടേ.
രണ്ടിൽ ആരെങ്കിലും അറിയണ്ടേ കുറവുണ്ട്, ആഹാരത്തിൽ കുറവുണ്ടെന്ന് ഒന്നില്ലെങ്കിൽ വിളമ്പുന്ന ആളറിയണം, അല്ലെങ്കിൽ ഉണ്ണുന്ന ആളറിയണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ മനസ്സിലാക്കി ചെയ്യാതെ മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുക? അവിടെ ക്ഷാമം തന്നെ സംഭവിക്കും, അവിടെ വലിയ ബുദ്ധിമുട്ട് സംഭവിക്കും. ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കത് കാരണമാകും. ജനങ്ങളെ പണ്ടത്തെ പോലെ പറഞ്ഞു പറ്റിക്കാനോ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചിരുന്നു, നിങ്ങൾ അറിയാതെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മയക്കാനോ ഒന്നും ഇനി നിങ്ങൾക്ക് പറ്റില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങുന്ന സ്ഥാനാർത്ഥികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതിപ്പോൾ ഞങ്ങൾ അത് പരിഹരിച്ചേക്കാമെന്ന് ഈ 10 വർഷത്തിന് ശേഷം അടുത്ത വോട്ടിന് വേണ്ടി ചോദിക്കുന്ന സമയത്ത് പറയണമെങ്കിൽ ചെറിയ ഉളുപ്പൊന്നും പോരാ. നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വന്ന് വോട്ട് ചോദിക്കുക, അതല്ലേ അന്തസ് എന്താ അല്ലേ? ഒരു കൊച്ചു വീട്ടിൽ കിടക്കുന്നത് നിയമാനുസരണം എല്ലാവരും വീണ്, അർഹത ഇല്ലാത്തവരും കൊടുത്ത് അർഹതയുള്ളവരെ കിട്ടിയിട്ടില്ല. ഈ 12 പേര് അടങ്ങുന്ന ഒരു കുടുംബം, അവർക്ക് സൗകര്യത്തോടെ താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ല, കെട്ടുറപ്പുള്ള ഒരു വീടില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇനി ഒരു 10 വർഷം കൂടെ തരാം. 10 വർഷം തന്നാൽ നിങ്ങളത് പരിഹരിക്കുമോ? എത്ര പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കും? നിങ്ങൾ തുടങ്ങി വെച്ച പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും എന്നുള്ള ചിന്തയിലാണ് ഇപ്പൊ ജനങ്ങൾ. പിന്നീടാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ. ഇവർ വരും, എല്ലാം ശരിയാക്കും എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ഇവർ തുടരും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഉറപ്പാണ് മുന്നോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്ക് എവിടെ ശരിയായി? ആർക്ക് ഉറപ്പ് കിട്ടി? ആരാണ് നന്നായിട്ട് തുടരുന്നത്? ഇവരും ഇവരുടെ വീട്ടുകാരും, ഇവരെ പറ്റിക്കഴിയുന്ന കുറെ ഇത്തിൽ കണ്ണികളും, അല്ലാതെ ആർക്കാണ് പ്രയോജനം? പിന്നെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെയൊക്കെ മുന്നിൽ തേൻ ഒലിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് ഇവരെയൊക്കെ കാണാൻ കിട്ടുമോ? നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക്, ഒരക്ഷരത്തിൻ്റെ തുമ്പ് ഇവർ ഓർത്തു വയ്ക്കുമോ? ഒന്നുമില്ല. ഇലക്ഷൻ സമയത്ത് ഒരു ഉളുപ്പും ഇല്ലാതെ കയ്യും കൂപ്പി തലയും കുനിച്ച് വീട്ടിലെ മീൻചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ നമ്മുടെ കൂടെ വന്നിരുന്ന്, അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞിവെള്ളം താന്നും പറഞ്ഞ് അടുക്കളയിൽ കയറി വന്ന് വീട്ടിലുള്ള കൊച്ചു പിള്ളേരുടെ മൂക്കും ചീറ്റി വേണമെങ്കിൽ എന്ത് ജോലി അവർ ചെയ്തു തരാൻ തയ്യാറാകും. ഇതൊക്കെ ഇലക്ഷൻ ഡ്രാമകളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേരളം എന്തൊരു മാറ്റമാണ് മാറിയതെന്ന് അത്ഭുതം വാരി നിറച്ച് മുഖ്യദാസൻ വിളമ്പുന്നത് കേട്ടായിരുന്നു. ശരിയാണ്, എന്തൊരു മാറ്റമാണ് മാറിയത്. വല്ലാത്ത മാറ്റമാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായത്. പക്ഷെ ജനങ്ങൾ അന്ന് കുഴിച്ച കുഴിയിൽ താഴേക്ക് വീണു പോവുകയാണ്. കൂടുതൽ ആഴങ്ങളിലേക്ക് ജനങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടായി എന്ന് പറയാതെ വയ്യ. നിങ്ങളുടെ തലമുറകളെ വരെ നിങ്ങൾക്ക് സുരക്ഷിതരാക്കാൻ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാധിച്ചു. ജനങ്ങളുടെ രക്തവും വിയർപ്പും കണ്ണുനീരും ഊറ്റിയാണെങ്കിലും നിങ്ങൾ അതിന് ഇന്ധനം കണ്ടെത്തി. എന്തൊക്കെ അന്യായങ്ങളിലൂടെയും യുക്തിയില്ലായ്മയിലൂടെയുമാണ് നിങ്ങൾ പൈസ വാങ്ങിച്ചെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, നമ്മളൊരു സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര പോകുന്നത്, പ്രത്യേകിച്ച് കാറുകളിലൊക്കെ യാത്ര പോകുന്നത്. നമ്മൾ ഈ ഡീസലും അടിച്ച് വണ്ടിയുടെ മെയിൻ്റനൻസും നോക്കി ഈ ട്രാഫിക്കും മറികടന്ന് റോഡിലെ കുഴികളും ഒക്കെ സഹിച്ച് നമ്മളെ സ്വന്തം വാഹനം കൊണ്ട് നിരത്തിലിറങ്ങുന്നത് നമ്മുടെ ഒരു സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ക്യാമറയും സൂം ചെയ്തുകൊണ്ട് റോഡ് അരികളിലൊക്കെ ഇപ്പോൾ MVDയുടെ വാഹനങ്ങൾ നിർത്തിയിടാറുണ്ട്. അവർ യൂണിഫോമിൽ പോലും ആയിരിക്കുകയില്ല. AI ക്യാമറകൾ ഓൾറെഡി ഉണ്ട്. നമ്മുടെ സീറ്റ് ബെൽറ്റും മറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഹെൽമെറ്റും അതൊക്കെ നോക്കാൻ വേണ്ടി AI ക്യാമറ ഉണ്ട്. അതിരിക്കെ തന്നെ അതൊക്കെ ഉണ്ടോയെന്ന് നമുക്കിനി അറിയില്ല. ഇവർ ഈ റോഡിലിരുന്ന് ഇങ്ങനെ സൂം ചെയ്യുകയാണ്, മാനുവലായിട്ട് ഇവർ സൂം ചെയ്യുകയാണ് ഉദ്യോഗസ്ഥർ. ഇൻ കേസ് ഒരു കുഞ്ഞ് കയ്യിലുള്ള അമ്മ കുഞ്ഞിന് പെട്ടെന്ന് പാലൂട്ടുകയാണ്, അവരവരുടെ വാഹനത്തിൽ പോകുന്നത് ആ ഒരു സൗകര്യത്തിന് വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് കുറച്ച് നമുക്ക് ഇത്തിരി ഫ്രീ ആയിട്ടിരിക്കത്തക്ക വിധത്തിൽ ഇപ്പോൾ പബ്ലിക്കായിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു ഡ്രസ്സിങ്ങിലായിരിക്കും നമ്മുടെ സ്വകാര്യ വാഹനത്തിൽ നമ്മൾ പോകുന്നത്. നമ്മുടെ ഒരു സ്വകാര്യത, നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ആ സമയത്ത് ഇവരിങ്ങനെ സൂം ചെയ്യുന്നതിലുള്ള യുക്തി എന്താണ്? നമ്മുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ? അപ്പോൾ AI ക്യാമറ വെച്ച് പിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരെന്തിനാണ് ഇങ്ങനെ സൂം ചെയ്യുന്നത്? ഇങ്ങനെ എടുക്കുന്ന സ്വകാര്യ ദൃശ്യങ്ങൾ ഇവർ എന്തിനെങ്കിലും വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ആരെങ്കിലും അതിനെപ്പറ്റിയുള്ള ചിന്തയുണ്ടോ? എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി. സുരക്ഷാ ഓഡിറ്റിംഗ് എത്രത്തോളം കാര്യക്ഷമമായി നടന്നിട്ടാണ് അങ്ങനെ ഒരു തീപിടുത്തം അവിടെ ഉണ്ടായത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ അത്രയും രോഗികൾ ദിവസവും വന്നു പോകുന്ന ഒരു ആശുപത്രി കെട്ടിടം. അപ്പോൾ കുറെ കെട്ടിടം ഞങ്ങൾ പണിത് വെച്ചു, കോടികൾ ചെലവാക്കി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് എങ്ങനെയാണ്? അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കാരണം ഒരുപാട് റോഡ് അപകടങ്ങൾ കുറയുന്നുണ്ട്. ആളുകളൊക്കെ റോഡ് നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഈ പരിശോധിക്കുന്നത് കൊണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പരിശോധനയ്ക്കിടയിലെ വീഴ്ചകൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ദഹിക്കാത്ത തരത്തിലുള്ള യുക്തിയില്ലായ്മകൾക്ക് ആര് പരിഹാരം കണ്ടെത്തും? അല്ലെങ്കിൽ ആരതിനൊക്കെ ഉത്തരം പറയും? നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം ചിലയിടത്തൊക്കെ ഒളിച്ചിരുന്നാണ് സൂം ചെയ്യുന്നത്.
അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ റോഡ് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് മാക്സിമം പിരിവ് കിട്ടണം. അപ്പോൾ ജനങ്ങളുടെ സ്വകാര്യത വിറ്റിട്ട് അത്തരം പിരിവുകൾ നേടുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ റോഡിൽ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെണ്ടണം. നാട്ടുകാരുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും തരണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് സമ്പാദിക്കാനാണ്, ബാങ്കിൽ കൊണ്ടിടാനാണെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് നിന്ന് തെണ്ടിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ തരാം. അല്ലാതെ ഇങ്ങനെ പിടിച്ചു പറിക്കരുത്, കൊള്ളയടിക്കരുത്. ഊരാളുങ്കലുകാർക്ക് കുറേ പണി കൊടുക്കാനും പൈസ കൊടുക്കാനും വേണ്ടിയിട്ട് കുറേ പാലങ്ങളും കെട്ടിടങ്ങളും കെട്ടിപ്പൊക്കുന്നു എന്നല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള എത്രയോ ആവശ്യങ്ങളാണ് നിറവേറാതെ കിടക്കുന്നത്. ജനങ്ങൾ എത്രത്തോളം സഹിയിട്ടിട്ടാണ് മുന്നിൽ വരുമ്പോൾ, ഒരു മന്ത്രി ആയിരുന്നിട്ട് കൂടി മുന്നിൽ വരുമ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളറിയാതെ ഇത്തരം അന്യായങ്ങൾ നടക്കില്ലല്ലോ, എന്തൊരു അന്യായമാണ് ഞങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ കാണിക്കുന്നത്, ഞങ്ങൾക്കൊരു കിടപ്പാടം തരാൻ കഴിവില്ലാത്ത നിങ്ങൾക്കിനി എന്തിന് ഞങ്ങൾ വോട്ട് തുടർന്ന് തരണമെന്ന് ചോദിക്കുന്നത് എത്രത്തോളം ഗതികെട്ടിട്ടാണ്, സഹികെട്ടിട്ടാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ജനങ്ങളുടെ പ്രതിഷേധം, പ്രതികരണം ഏത് വിധത്തിലായിരിക്കുമെന്ന്? കേരളം ആയതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾ താരതമ്യേന മര്യാദക്കാരായതുകൊണ്ടും കുറച്ച് സംസ്കാരവും മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ഇത് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടുമാണ് നിങ്ങൾ ഇങ്ങനെയെങ്കിലും പോകുന്നത്. മറ്റുള്ള ഒരു സംസ്ഥാനത്തും ഒരു രാജ്യത്തും ഇത്രത്തോളം ക്ഷമ പൊതുജനം കാണിക്കില്ല നിങ്ങളോട്. ഇത്രയും മര്യാദ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. എന്തൊക്കെയോ ചെയ്തു മറിച്ചെന്ന് PR വർക്കുകളിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങളിങ്ങനെ വിഫലമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ജനങ്ങളുടെ പ്രതികരണം കണ്ടില്ലേ? ഇതേ രീതിയിലാണ് ഓരോ കുടുംബത്തും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, പല തരത്തിലുള്ള അന്യായങ്ങൾ നേരിടുന്നവരുണ്ട്. പലയിടത്തും 80% ഇടത്തും സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ മറ്റു തരത്തിലുള്ള സാമൂഹ്യ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് മനുഷ്യർ വേറെയുണ്ട്. വൃദ്ധർ അനുഭവിക്കുന്ന അനാഥത്വം, ഏകാന്തത, അവരേതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് മാറുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അവരുടെ ഒന്നും മക്കളും ചെറുമക്കളും ഒന്നും അവരുടെ കൂടെ ഇല്ല, വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ ഓരോ ജില്ലയിലും എന്തുമാത്രമാണ്. അവിടെയൊക്കെ നടക്കുന്ന മോഷണം, കൊലപാതകങ്ങൾ, തുടർച്ചയായിട്ട് മനുഷ്യർ കാണിക്കുന്ന കുറ്റകൃത്യ വാസന, ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം മോശമായെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ? അതിനുത്തരം പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? എങ്ങനെ നിങ്ങൾ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തുമെന്നാണ്? പിന്നെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞാലും അത് ഉളുപ്പില്ലാതെ ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കുകയെ നിങ്ങൾ ചെയ്യുകയുള്ളൂ. അതിന് പരിഹാരം കാണില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഗൗരവത്തിൽ പോലും നിങ്ങൾ എടുക്കില്ല. കാരണം ബുദ്ധിമുട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ടവൻ കിടക്കാൻ ഇടമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളോട് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കതൊന്ന് സങ്കല്പിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയവനായിരിക്കണം. അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കാൻ പാകത്തിനുള്ള മാനസിക വിശാലതയെങ്കിലും നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ സമ്മർദ്ദം കുറച്ച് റിലീസ് ചെയ്യാം, പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒറ്റ ഒരു പ്രയോജനം മാത്രമേ ഇതിലുള്ളൂ. എന്നാൽ അത്തരം പ്രതികരണത്തിന് ഈ ഒരു സമയത്തൊക്കെ വലിയ വിലയുണ്ട്. അത്തരം പ്രതികരണങ്ങൾ ജനങ്ങൾ നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മൾ നിയമത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇവരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലോ ഒന്നുമല്ല പ്രതിഷേധിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്. നമുക്ക് പറയാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാവുന്ന ഭാഷയിൽ, നമ്മുടെ വായിലൊതുങ്ങുന്ന വാക്കുകളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കണ്ണുനീർ ഇവർക്ക് മുന്നിൽ വിവരിക്കാൻ പറ്റുമെങ്കിൽ, പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ അത് ജനാധിപത്യത്തിന് കൂടുതൽ കരുത്തേകുന്ന ഒന്നാണ്. ജനങ്ങൾക്ക് നാവുണ്ട്, ജനങ്ങൾക്ക് മസ്തിഷ്കമുണ്ട് എന്നിവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ചാൻസ്, ഒരവസരം നമുക്ക് മുന്നിൽ തെളിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്താൻ വോട്ടർമാരും ശ്രദ്ധിക്കുക.